ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏജീസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സച്ചി ഇപ്പോൾ അർച്ചനയെ തിരക്കി ഗോകുലിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. എന്നാൽ അർച്ചനയെ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സച്ചി അവിടെ നിന്നും പോകുന്നു. സച്ചി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അർച്ചന വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് സച്ചിയെ. എന്നാൽ സച്ചിയുടെ പുറം തിരിഞ്ഞ് നിൽക്കുന്നത് മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. സച്ചിയുടെ മുഖം കാണുന്നില്ല. അങ്ങനെ ഇപ്പോൾ ആ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് അർച്ചനയ്ക്ക് എന്തൊക്കെയോ ചെറിയ ഓർമ്മകളൊക്കെ വരുന്നുണ്ട്. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് അമ്മുവിനെ ഇന്ദുവിനെയാണ്. സമയം രാത്രിയായിട്ടുണ്ട്. അവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. സ്ലീപ്പ് അവേഴ്സിന് ഫ്രണ്ട്സിനെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നാലോ എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇന്ദു ഇപ്പോൾ പറയുന്നുണ്ട്, ആദ്യം നമ്മുടെ വീട്ടിൽ വേണ്ട, നമ്മുടെ വീട് ചെറുതല്ലേ. ഈ സമയം ഇപ്പോൾ ആവണി അവിടേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ രണ്ടുപേരും കൂടെ സംസാരമെന്ന്. ചേച്ചി ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് അമ്മു പറയുന്നു. പിന്നൊരു കാര്യം, അമ്മയും മുത്തശ്ശിയും കൊണ്ട് ചേച്ചി ഒന്ന് സമ്മതിപ്പിക്കണം എന്നും ഇന്ദു പറയുന്നു. ഇത് കേട്ട് ഇപ്പോൾ ആവണി പറയുന്നുണ്ട്, അത് വരട്ടെ. അപ്പോൾ ചെറിയ കാര്യമൊന്നുമല്ല രണ്ടുപേരും കൂടി ഇവിടെ നിന്ന് ആലോചിച്ചത്. ആദ്യം കാര്യം പറയ്, എന്നിട്ട് തീരുമാനിക്കാം അവരെ പറഞ്ഞ് സമ്മതിപ്പിക്കണോ വേണ്ടയോ എന്ന്. ഇത് കേട്ടിപ്പോൾ അമ്മു പറയുകയാണ്, അതെ ചേച്ചി, ഞങ്ങൾ 4 ഫ്രണ്ട്സിനും കൂടി എവിടെയെങ്കിലും ഒരു സ്ലീപ്പ് ഓവർ സംഘടിപ്പിക്കാൻ തുടങ്ങുകയാണ്. ഞങ്ങൾ രണ്ടുപേരും, പിന്നെ ചിപ്പിയും ഗൗരിയും. ഉടനെ ആവണി ചോദിക്കുന്നുണ്ട്, ചിപ്പിയോ? അവളുടെ അമ്മയ്ക്ക് ഇത് തീരെ ഇഷ്ടമല്ലെന്ന് നിങ്ങൾക്കറിയില്ലേ? ഇത് കേട്ട് അമ്മു പറയുന്നുണ്ട്, അത് സാരമില്ല, ചിപ്പി അവളുടെ അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളും എന്ന് പറയുന്നു. ആദ്യം ആരുടെ വീട്ടിൽ കൂടാനാ പ്ലാൻ എന്ന് ആവണി ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കമല കേൾക്കുന്നുണ്ട്. അതാ ഇപ്പോൾ ഒരു സംശയം. അവരെ രണ്ടുപേരെയും ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടേത് വാടക വീടല്ലേ, അവരുടെ രണ്ടുപേരുടെയും വലിയ വീടാണ് എന്നൊക്കെ അമ്മുവും ഇന്ദുവും ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടിപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ പറയുന്നത് എന്ന്. അച്ഛമ്മേ, ഇവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു ദിവസം ആരുടെയെങ്കിലും വീട്ടിൽ കൂടുന്ന കാര്യമാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഒരുമിച്ച് കൂടുന്ന അതിൻ്റെ പേരാണ് സ്ലീപ്പ് അവർ എന്ന് ആവണി പറയുമ്പോൾ ഇത് കേട്ടിപ്പോൾ കമല പറയുന്നുണ്ട്, അയ്യോ, ഇങ്ങനെ ഇവരെയൊക്കെ കൂട്ടുകാരുടെ വീട്ടിൽ താമസിപ്പിക്കാൻ വിടണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അത് പറ്റില്ല, വല്ലവരും വീട്ടിൽ പോയി താമസിക്കുന്ന പരിപാടിയൊന്നും നടക്കത്തില്ല. കമല ഇങ്ങനെ പറയുന്നത് കേട്ട് കുട്ടികൾ വളരെയധികം വിഷമിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മമ്മ ഇതൊന്നും പഴയ കാലമൊന്നുമല്ല, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. കുട്ടികൾ തമ്മിൽ അടുപ്പവും ബന്ധവും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു പരിപാടിയായത്. ഉടനെ കമല പറയുന്നുണ്ട്, എൻ്റെ പൊന്നുമോളെ, ഇവിടെ തന്നെ കുത്തിമറിഞ്ഞ് കിടക്കുകയാണ് രണ്ടുപേരും. അപ്പോൾ നമ്മളാരുമില്ലാതെ മറ്റെവിടെയെങ്കിലും വിട്ടാനുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അവസാനം സ്കൂളിലെ പോലെ അവരുടെ വീട്ടിലും ചെന്ന് നമ്മൾ പരാതി കേൾക്കേണ്ടി വരും എന്നൊക്കെ കമല പറയുന്നുണ്ട്. ഏയ്, അതുമാത്രമല്ല, അവർ അങ്ങോട്ട് പോയി താമസിക്കുന്നത് പോലെ ചിലപ്പോൾ അവർ ഇങ്ങോട്ടും വരും എന്ന് ആവണി പറയുന്നുണ്ട്. ഇങ്ങോട്ട് വേണമെങ്കിൽ വന്നോട്ടെ, പക്ഷേ ഇവരെ വേറെ ഇങ്ങോട്ട് വിടാൻ പറ്റില്ലെന്ന് കമല പറയുന്നു. അപ്പോൾ അവരെങ്ങനെ ഇങ്ങോട്ട് വരുന്നത്? അവരുടെ അമ്മമാരും ഇതുപോലെ പറയില്ലേ എന്നൊക്കെ ഇപ്പോൾ ഇന്ദു പറയുമ്പോൾ അമ്മുവും പറയുന്നുണ്ട്, അവരിങ്ങോട്ട് വന്നാൽ നമ്മുടെ വീട് വാടക വീടാണെന്ന് അവരറിയില്ലേ, അതുകൊണ്ട് ഞങ്ങൾ ആദ്യം അങ്ങോട്ട് പൊക്കോളാം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പ്ലീസ് അമ്മമ്മേ, ഒന്ന് സമ്മതിക്കുക എന്നൊക്കെ രണ്ടുപേരും ഇപ്പോൾ കമലയോട് പറയുന്നുണ്ട്. അതിനിപ്പോൾ ഞാനാണോ സമ്മതിക്കേണ്ടത്? നിങ്ങളുടെ അച്ഛനും അമ്മയല്ലേ എന്ന് കമല ചോദിക്കുമ്പോൾ ഇത് കേട്ടോണ്ട് ഇന്ദു പറയുന്നുണ്ട്, അതൊക്കെ ആവണി ചേച്ചി പറഞ്ഞ് സമ്മതിപ്പിച്ചോളുമെന്ന്. എടി കുഞ്ഞേ, ഇതൊക്കെ പറയുന്നത് നല്ലതാണോ? അതോ ഈ പിള്ളേരെല്ലാവരും കൂടി ചേർന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കമല. ഈ പിള്ളേരെന്തെങ്കിലുമൊക്കെ കാണിച്ചു വെച്ച് അവസാനം നിനക്ക് നല്ല തല്ല് കിട്ടും എന്ന് കമല ആവണിയോട് പറയുന്നു. അങ്ങനെയൊന്നും വരില്ല, ഫ്രണ്ട്സ് എല്ലാവരും കൂടി 2 ദിവസം എൻജോയ് ചെയ്യുന്ന പരിപാടിയല്ലേ, അത് നടക്കട്ടെന്നേ. ഇപ്പോൾ ഈ സ്ലീപ്പ് ഓവർ എല്ലായിടത്തുമുണ്ട്. നമ്മൾ പണ്ട് ഈ കൂട്ടുകാരുടെയൊക്കെ വീട്ടിലൊക്കെ പോയി താമസിക്കില്ലേ, അതിനാ ഈ സ്ലീപ്പ് ഓവർ എന്ന് പറയുന്നത് എന്നൊക്കെ ആവണി പറയുമ്പോൾ കമല പറയുന്നുണ്ട്, എൻ്റെ പൊന്നു കുഞ്ഞെ, ഇതൊന്നും ഞങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പോഴത്തെ സ്കൂളും പിള്ളേരും ഒക്കെ കൊള്ളാം. എന്തായാലും ഈ കുരിശ് നീ തന്നെ ഏറ്റോണം, ഉറപ്പിച്ചോ എന്ന് പറഞ്ഞിട്ട് കമല അവിടെ നിന്ന് പോവുകയാണ്. ഇത് കേട്ട് വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് അമ്മുവും ഇന്ദുവും. ആദ്യം നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും സംസാരിക്കട്ടെ, പിന്നെ സച്ചി അങ്കിളിനെയും സമ്മതിപ്പിക്കണം എന്നൊക്കെ ഇപ്പോൾ ആവണി കുട്ടികളോട് പറയുന്നുണ്ട്. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് പിറ്റേ ദിവസമായിരിക്കുന്നു. ഇന്ന് സേതുമാധവൻ്റെ ബലിയിടൽ ചടങ്ങാണ്. സച്ചിയാണ് ഇപ്പോൾ ബലിയിടുന്നത്. ബാക്കിയുള്ള കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ അരികിൽ നിൽക്കുന്നുണ്ട്. ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ സച്ചിയെ വിളിക്കുന്നുണ്ട്. എന്നാൽ സച്ചി പറയുന്നു, എനിക്ക് വേണ്ട, നിങ്ങൾ കഴിച്ചോ എന്ന് സങ്കടത്തോടെ പറയുന്നുണ്ട്. ശ്രാദ്ധം കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെ പോകാൻ പാടില്ല, അത് സേതുവേട്ടന് വിഷമമാകും എന്ന് കമല പറയുമ്പോൾ
സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്, അതിന് സന്ദീപും സ്നേഹയൊക്കെ ഉണ്ടല്ലോ ഇവിടെയെന്ന്. സ്നേഹയും ഇപ്പോൾ സച്ചിയെ നിർബന്ധിക്കുന്നുണ്ട്. മറ്റുള്ള ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നത് പോലെ അല്ല ഇത്. മക്കളെല്ലാവരും ഒരുമിച്ച് വേണം ശ്രാദ്ധത്തിന് ഭക്ഷണം കഴിക്കാൻ. നമ്മുടെ അച്ഛന് വേണ്ടിയിട്ടല്ലേ വന്നേ എന്നൊക്കെ വീണ്ടും സ്നേഹ ഇങ്ങനെ പറയുന്നുണ്ട്. ഒടുവിൽ ഇപ്പോൾ സച്ചി അത് സമ്മതിച്ചിരിക്കുകയാണ്. ഇന്ദു ഇപ്പോൾ സച്ചിയുടെ ഡ്രസ്സൊക്കെ കൊണ്ട് കൊടുക്കുന്നു. അങ്ങനെ ഇപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. സച്ചി ഇപ്പോൾ കഴിക്കാനിരിക്കുമ്പോൾ പണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ഡൈനിങ് ഹാളിലിരുന്ന് ഭക്ഷണം കഴിച്ച കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ സച്ചി കഴിക്കാൻ തുടങ്ങുമ്പോൾ അനൂപ് അവിടേക്ക് എത്തിയിരിക്കുകയാണ്. സച്ചി വളരെ വിഷമത്തോടെ തന്നെ അനൂപിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് കഴിക്കാനെടുത്ത ഭക്ഷണം അവിടെ തന്നെ വെക്കുന്നു. മോനെ അനൂപേ, ഇന്നത്തെ ദിവസത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ അറിയാമല്ലോ എന്ന് കമല അനൂപിനോട് പറയുന്നുണ്ട്. അപ്പോൾ അനൂപ് പറയുകയാണ്, ഞാൻ ഒന്നും തന്നെ മറന്നിട്ടില്ല എന്ന്. സേതുവെങ്കിൽ നഷ്ടപ്പെട്ട ദിവസം മാത്രമല്ല, എൻ്റെ കൂടപ്പിറപ്പ് നഷ്ടപ്പെട്ട ദിവസം കൂടിയാണ്. പക്ഷേ പഴയതുപോലെ പ്രതീക്ഷിക്കുന്നത് എല്ലാവരും മറന്നു കാണും എന്നൊക്കെ അനൂപ് ഇങ്ങനെ പറയുന്നുണ്ട്. അനൂപേട്ടാ, ചുമ്മാ മിണ്ടാതിരിക്കുന്നുണ്ടോ? ആളുകളെ വിഷമിപ്പിക്കാൻ ഓരോന്ന് പറയരുത് എന്നൊക്കെ ഇപ്പോൾ മീര പറയുന്നുണ്ട് അനൂപിനോട്. ഞാനൊന്നും പറയുന്നില്ല, വയറ് നിറച്ച് കഴിക്കട്ടെ എന്ന് പറഞ്ഞ് അനൂപ് ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. സച്ചി ഇപ്പോൾ അവിടെ നിന്നും എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ കമല പറയുന്നുണ്ട്, അവൻ പറയുന്നത് മോൻ കാര്യമാക്കണ്ട, മോൻ ഇരുന്ന് കഴിക്ക്, അച്ഛനത് വിഷമമാകും എന്നൊക്കെ കമല പറയുന്നുണ്ട്. മീരയും സച്ചിയോട് പറയുന്നുണ്ട് കഴിക്കുക എന്നൊക്കെ. ഉടനെ സച്ചി പറയുന്നുണ്ട്, അച്ഛൻ എന്നെ മനസ്സിലാകും, അത് സാരമില്ല, നിങ്ങളിരുന്ന് കഴിക്ക്. ഏട്ടാ പോകരുത് എന്ന് സന്ദീപും പറയുന്നുണ്ട്. സാരമില്ല, നിങ്ങൾ കഴിക്കുക എന്ന് പറഞ്ഞ് സേതുമാധവൻ്റെ ഫോട്ടോയിലേക്ക് സങ്കടത്തോടെ ഒന്ന് നോക്കിയിട്ട് സച്ചി അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഇപ്പോൾ ഒരു കടൽ തീരത്ത് വന്നിരിക്കുകയാണ് സച്ചി. അർച്ചന തൻ്റെ വീട്ടിൽ നിന്ന് അന്ന് പടിയിറങ്ങിപ്പോയ ദിവസം ഓർത്തെടുക്കുകയാണ് സച്ചി. അന്ന് അവർ എത്ര പറഞ്ഞിട്ടും നിൽക്കാതെ, ആര് പറഞ്ഞിട്ടും കേൾക്കാതെയാണ് അർച്ചന ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത്. ശേഷം അർച്ചന ഇറങ്ങിപ്പോയതിന് ശേഷം സേതുമാധവൻ സച്ചിയോട് പറഞ്ഞ കാര്യവും സേതു മരിച്ച കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് സച്ചി. ഈ സമയം ഇപ്പോൾ ബിജുക്കുട്ടൻ സച്ചിയുടെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട്, എല്ലാവർക്കും സങ്കടങ്ങളുള്ളതാണ്. മരിച്ച അച്ഛന് വേണ്ടി ബലിയിടേണ്ടത് ജീവിച്ചിരിക്കുന്ന മക്കളാണ്. അതവരുടെ കടമയാണ്. അതിനൊക്കെ ഇത്രയും വിഷമിച്ചിരിക്കാൻ എന്തിരിക്കുന്നു? നമുക്ക് ആ കടയിലേക്ക് പോയി ചൂട് ദോശയും ചമ്മന്തിയും കഴിക്കാം എന്നൊക്കെ ഇപ്പോൾ ബിജുക്കുട്ടൻ ഇങ്ങനെ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്നാലും ഒരിച്ചിരി ആഹാരം എനിക്ക് കഴിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ബിജുക്കുട്ടൻ പറയുന്നുണ്ട്, അല്ലെങ്കിലും നിൻ്റെ അളിയന് ഇച്ചിരി പിടപ്പ് കൂടുതലാ. എന്തൊക്കെ പറഞ്ഞാലും നീ അവിടെ നിന്ന് ഇച്ചിരി ഇഡലിയും സാമ്പാറും കഴിച്ചിട്ട് പോന്നാൽ മതിയായിരുന്നു. പോട്ടെ, സാരമില്ല എന്നൊക്കെ ബിജുക്കുട്ടൻ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അനൂപേട്ടൻ അങ്ങനെ പറഞ്ഞതിലൊന്നും എനിക്ക് ദേഷ്യമില്ല. പക്ഷേ ഇത്രയും നാളായിട്ടും അവൾ എവിടെയാണെന്ന് പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വിഷമത്തോടെ പറയുമ്പോൾ ബിജുക്കുട്ടൻ ഇപ്പോൾ പറയുന്നുണ്ട്, നീ ഇപ്പോൾ എപ്പോഴും സ്വപ്നത്തിൽ കാണാറുണ്ടല്ലോ, ഇനി ഒരിക്കൽ നേരിട്ട് കാണും, സംശയിക്കേണ്ട. എൻ്റെ നാക്ക് കരുനാക്കാണ്, എന്ത് പറഞ്ഞാലും അച്ചിട്ടാണ് എന്നൊക്കെ പറയുന്നു. ശേഷം ഇപ്പോൾ സച്ചിയെ തിരക്കി സച്ചി ഇരിക്കുന്ന ആ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് മീരയും ആവണിയും ആതിരയും സ്നേഹയും ഒക്കെ. എന്താ എല്ലാവരും കൂടി ഇങ്ങോട്ട് എന്ന് സച്ചി ചോദിക്കുന്നു. സച്ചി അവിടെ നിന്ന് പോയതിന് ശേഷം അവിടെ വലിയ പ്രശ്നമായിരുന്നു എന്ന് മീര പറയുന്നുണ്ട്. ഇത് കേട്ട് സച്ചി ചോദിക്കുന്നുണ്ട്, എന്ത് പ്രശ്നം? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അമ്മയ്ക്കത് വലിയ സങ്കടമായി. അനൂപേട്ടനെ പിന്നെ താഴെ നിർത്തിയിട്ടില്ല, ഇനി പറയാനും ഒന്നുമില്ല. അമ്മ ബിജുക്കുട്ടനെ വിളിച്ചപ്പോഴാ സച്ചിയേട്ടൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത് എന്നൊക്കെ ആതിര ഇപ്പോൾ പറയുന്നുണ്ട്. ഞാനും എന്തൊക്കെയോ പറഞ്ഞു, അല്ലെങ്കിലും ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ അങ്ങനത്തെ വർത്തമാനമൊക്കെ പറയേണ്ടതുണ്ടോ, അതും ഇതുപോലെ ഒരു ദിവസം എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുമ്പോൾ ആവണി പറയുന്നുണ്ട്, അങ്കിള് പോയതിന് ശേഷം സ്നേഹാൻറ്റി ഭയങ്കര കരച്ചിലായിരുന്നു. ആകെ അബദ്ധം പറ്റിയ മട്ടിൽ അച്ഛനും അവിടെ ഇരിപ്പുണ്ട്. അർച്ചന ആൻറ്റിയോടുള്ള സ്നേഹം അങ്കിളിന് അറിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ആവണി ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, മറ്റാരെക്കാളും അത് എനിക്ക് നന്നായിട്ടറിയാം. ഇപ്പോൾ സ്നേഹ പറയുന്നുണ്ട്, കുറച്ച് ഭക്ഷണം കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇതാ ഭക്ഷണമാണ്, ഏട്ടൻ ഇത് കഴിക്കണമെന്ന്. ഏട്ടൻ ഇത് സ്വീകരിക്കാതിരുന്നാൽ ഞങ്ങൾക്ക് വിഷമമാകും എന്ന് പറയുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ ഇത് കൊണ്ടുവന്നത്? എനിക്കൊരു കുഴപ്പവുമില്ല എന്നൊക്കെ പറയുമ്പോൾ അനൂപേട്ടൻ അങ്ങനെ പറഞ്ഞതിൽ ഞാൻ സച്ചിയോട് മാപ്പ് ചോദിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ മീര പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അതിലിപ്പോൾ മാപ്പ് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അനൂപേട്ടൻ പറഞ്ഞത് സത്യമല്ലേ? അർച്ചനയെ കണ്ടുപിടിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ട് എനിക്കിതുവരെ അത് സാധിച്ചില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് സച്ചി. ഇതിൽ നിന്ന് ഇച്ചിരിയെങ്കിലും ഏട്ടൻ കഴിച്ചില്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ ആത്മാവിന് അത് വലിയ വേദനയാകും. ദാ കഴിക്കേട്ടാ എന്ന് സ്നേഹ വീണ്ടും നിർബന്ധിച്ച് പറയുന്നുണ്ട്. എന്തിനാ വിഷമിക്കുന്നത്? കൂടപ്പിറപ്പുകളാകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. എന്തായാലും കൊണ്ടുവന്നതല്ലേ എന്നൊക്കെ ഇപ്പോൾ ബിജുക്കുട്ടൻ ഇങ്ങനെ പറയുന്നു. അങ്ങനെ ഇപ്പോൾ സച്ചി ആ ഭക്ഷണം അവരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്നു. എല്ലാവരും കൂടി നിർബന്ധിച്ച് സച്ചി അവിടെ ഇരുത്തുന്നുണ്ട്. സ്നേഹ തന്നെ അതിപ്പോൾ സച്ചിക്ക് വാരി കൊടുക്കുന്നുണ്ട്.
വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.